വിശേഷം. നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു ഹെൽമെറ്റിന്റെ അൺബോക്സിംഗ് ആണ്. MDയുടെ ഒരു പുതിയ മോഡൽ ഇറങ്ങിയായിരുന്നു. ബ്ലേഡ് 2 SV എന്ന് പറഞ്ഞൊരു പുതിയ മോഡൽ ഇറങ്ങിയായിരുന്നു. MDയുടെ ഒരു പ്രീമിയം ഹെൽമെറ്റ് ആണ്. അപ്പൊ അതിന്റെ അൺബോക്സിങ്ങും അതിന്റെ ചെറിയ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ഈ ബോക്സിലാണ് ഹെൽമെറ്റ് വരുന്നത്. MD എന്നൊക്കെ എഴുതിയ ജസ്റ്റ് ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ബോക്സിലാണ് ഹെൽമെറ്റ് വരുന്നത്. നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ സ്പാർട്ടൻ പ്രോ ഗിയറിന്റെ ഒഫീഷ്യൽ ഒരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാ സാധനങ്ങളും റൈഡേഴ്സിനുള്ള എല്ലാ ജാക്കറ്റ്, അതുപോലെ ഗ്ലൗസ് കാര്യങ്ങളെല്ലാം, ഹെൽമെറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഞാനിപ്പോ നമ്മുടെ ഇവിടുന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തത്. 8 രൂപ 8000 രൂപയ്ക്കാണ് എടുത്തത്. സ്പാർട്ടൻ പ്രോ ഗിയർ സൈറ്റിലും 8000 രൂപ തന്നെയാണ്. ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നല്ലൊരു പാക്കിങ്ങിലാണ് വന്നേക്കുന്നത് ഹെൽമെറ്റ്. ഇതതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെയാണ്, വാറണ്ടി പോലുള്ള ഐറ്റംസ് കാർഡുകളൊക്കെയാണ്. ഈ ഒരു പാക്കിങ്ങിലാണ് നമ്മുടെ ഹെൽമെറ്റ് വരുന്നത്. MD എന്നൊക്കെ എഴുതി ജസ്റ്റ് ഒരു നല്ലൊരു കവറിലാണ്. നമുക്ക് കവർ എന്തായാലും ഓപ്പൺ ചെയ്യാം. അടിപൊളിയാണ്. നമുക്കൊരു ഇപ്പൊ എടുക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീല് വരുന്നുണ്ട് ഹെൽമെറ്റിന്. ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. ഇതാണ് സാധനം. ഇതിന്റെ ഇവിടെ നമുക്കൊരു ലോക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ വൈസർ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അകത്തോട്ട് പുള്ളി ചെയ്തിട്ട് ഇത് തുറക്കാം. ഡബിൾ വൈസർ സെറ്റപ്പ് ആണ്. അതിന് ഡബിൾ വൈസർ സെറ്റപ്പിനായിട്ട് ഇത് ഇവിടെ ഒരു ലിവർ ഉണ്ട്. അത് ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ വൈസർ മണ്ടക്കോട്ടാവും. അത് താത്തി കഴിയുമ്പോൾ വൈസർ താഴോട്ടാവും. പൊക്കി കഴിഞ്ഞാൽ വൈസർ മണ്ടക്കോട്ടാവും. സൺ വൈസർ ആണ്, UV പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ട് വൈസറിനാണെങ്കിൽ പിൻ ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ആന്റി ഫോഗ് വൈസർ ആണ്. നമുക്ക് അതിന്റെ അകത്തെ പാഡിങ്ങുകളൊക്കെ ഒന്ന് നോക്കാം. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്, ഡബിൾ ഡി റിങ്ങിന്റെ സ്ട്രാപ്പാണ് ഇനി വരുന്നത്. ഡബിൾ ഡി റിങ് നമ്മുടെ റേസിംഗ് ട്രാക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രാപ്പാണ്. എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് നമ്മൾ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീണാൽ പോകത്തില്ല. സാധാ നമ്മുടെ സ്ട്രാപ്പൊക്കെ ആണെങ്കിൽ അത് ഒന്ന് നല്ലൊരു ആക്സിഡന്റ് ആണെങ്കിൽ അത് തട്ടിക്കഴിഞ്ഞാൽ ഊരി ജസ്റ്റ് ആ ക്ലിപ്പ് അങ്ങ് ഊരി പോരും. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ ലോക്ക് ആയാൽ നമുക്ക് ഇത് നൈസായിട്ട് അവിടെ കിടന്നോളും. പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല പക്കാ ഒരു ഇന്റീരിയർ ആണ്. നല്ല സോഫ്റ്റ് കുഷ്യൻഡ് ആണ്. പിന്നെ ഹെൽമെറ്റ് DOT EC സർട്ടിഫൈഡ് ആണ്. ഇത് XL ആണ് ഇതിന്റെ സൈസ്. ഇനി വെന്റിലേഷന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു വെന്റ് ഉണ്ട്, എയർ വെന്റ് ഉണ്ട്. പിന്നെ മണ്ടയ്ക്കായിട്ട് ഒരെണ്ണം ഉണ്ട്. അത് ജസ്റ്റ് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം, തുറക്കാനും ബാക്കിലായിട്ട് അതിന്റെ വെന്റുകളുണ്ട് 2 എണ്ണം. ഇപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു അടിപൊളി ഹെൽമെറ്റ് ആണ്. ചിൻ കർട്ടൻ ഒക്കെ ഉണ്ട്. നല്ല വലിയൊരു ചിൻ കർട്ടൻ ഉണ്ട്. അത് നമുക്ക് റിമൂവബിൾ ആണ് ചിൻ കർട്ടൻ. ജസ്റ്റ് നമ്മളിത് ഫുള്ള് വാഷബിൾ ആണ്, റിമൂവബിൾ ആണ്. ഇതിന്റെ 2 പാഡിങ്ങും ഇവിടുത്തെ പാഡിങ്ങും നമുക്ക് ഊരി ഫുള്ളായിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. വൈസർ നമുക്ക് പെട്ടെന്ന് ഊരാൻ പറ്റും. MDയുടെ ഒരു ക്വിക്ക് റിലീസ് സിസ്റ്റം എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മൾ വൈസറിന്റെ സൈഡിലായിട്ട് ജസ്റ്റ് ഇങ്ങനൊരു സാധനം കാണും. അതില് ഇത് പിടിച്ചാൽ ഇങ്ങോട്ട് വലിച്ചാൽ മതി. അപ്പം വൈസറിന്റെ ലോക്ക് ഊരുന്നതാണ്. അത് നമ്മൾ ഊരിയിട്ട് ജസ്റ്റ് അതുപോലെ തന്നെ തള്ളിയിട്ടിട്ട് ഇത് ലോക്ക് ആക്കുക. ഈ സാധനത്തിൽ പിടിച്ച് താഴോട്ട് വലിക്കുക. അപ്പൊ ഈ ലോക്ക് ഊരുന്നതാണ്. അപ്പുറത്തെ ഇപ്പുറത്തെ അങ്ങനെ ഊരിട്ട് നമുക്ക് ജസ്റ്റ് വൈസർ ഊരിടാം. ടൂറിങ്ങിനൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഹെൽമെറ്റ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡ്യുവൽ വൈസർ ഉള്ള ഹെൽമെറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പം നമുക്ക് രാവിലെ റൈഡ് ചെയ്യുമ്പോൾ വലിയായിട്ട് ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെയിൽ വലിയായിട്ട് അതോട് കയറത്തില്ല. ഇതിന്റെ ഷെല്ല് പോളി കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അടിപൊളി നല്ലൊരു പ്രീമിയം ഹെൽമെറ്റ്. അതിന്റെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ 8000 രൂപയാണ്. 8000 രൂപയുടെ ഹെൽമെറ്റ് അതിന്റെ ഉള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അടിപൊളിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചു നോക്കാം. എന്തായാലും വെച്ച് കഴിയുമ്പോഴും അടിപൊളി ഒരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു പക്ക ഒരു
നല്ലൊരു ഫീൽ തോന്നുന്നുണ്ട്. പിന്നെ പക്കാ എയറോഡൈനാമിക് ആണ് നമ്മുടെ ഇതിന്റെ സാധനം. നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു 360 വ്യൂ നോക്കാം. എപ്പോഴും ഹെൽമെറ്റ് ചൂസ് ചെയ്യുമ്പം ഇത്തിരി ടൈറ്റ് ആയിട്ടുള്ളത് തന്നെ ചൂസ് ചെയ്യണം. അപ്പം നമ്മളത് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നല്ല ഇതിന്റെ പാഡിങ് ഒക്കെ ലൂസ് ആകാൻ തുടങ്ങും. നമ്മളല്ലാതെ ലൂസ് ആയിട്ടുള്ള സാധനം ഒരിക്കലും മേടിക്കും, നല്ല ഫിറ്റ് ആയിട്ടുള്ള എപ്പോഴും മേടിക്കാവും. ഇതിന്റെ ഒരു അടിപൊളി ഫീച്ചർ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ വൈസറിന്റെ ലോക്കാണ്. നമുക്ക് ലോക്ക് ചെയ്തിടാൻ പറ്റും, അല്ലെ തുറന്നു പോകാൻ ഒരു ചാൻസ് ഇല്ല. നമുക്ക് ഈ പുഷ് ബട്ടൺ സെറ്റപ്പ് ആണ്. നമ്മളിത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ആവും. അതുപോലെ തന്നെ അടയ്ക്കുക, എന്നിട്ട് ജസ്റ്റ് താഴോട്ട് തള്ളുമ്പോൾ അത് ലോക്ക് ആവുക. പിന്നെ ഒന്ന് ഞെക്കുവാണെങ്കിൽ ഇത് തുറക്കുന്നതാണ്. സംഭവം അടിപൊളിയാണ്. ഹെൽമെറ്റ് നല്ല രസമുണ്ട് കാണാനും. ഇതിന്റെ ഒരു 3-4 കളർ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ താഴത്ത് നോക്കുവാണെങ്കിൽ 2 റിഫ്ലക്ടേഴ്സ് വരുന്നുണ്ട്. ബാക്കിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ നൈറ്റിൽ നമ്മളെ ഹെൽമെറ്റ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഹെൽമെറ്റിന്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാം പറയുന്നത് ഞാൻ കരുതുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമന്റ് ചെയ്യാനൊന്നും മറക്കല്ല്. അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.